ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ബോട്ടിൻ്റെ പ്രൊഡക്റ്റ് മാനുവലാണ്. അപ്പോൾ ബോട്ടിൻ്റെ പ്രൊഡക്റ്റ് മാനുവൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗൈഡാണ്. ആ ഗൈഡിൽ നമുക്ക് അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് എങ്ങനെ എനേബിൾ ചെയ്യേണ്ടത്, ഡിസേബിൾ ചെയ്യേണ്ടത്, പവർ ഓൺ, ഓഫ്, റീസെറ്റ് എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം bot-lifestyle.com എന്നുള്ളൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. വെബ്സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് നമുക്കിവിടെ ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് അറിയേണ്ടത്, അത് നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ കൊടുത്തതിന് ആ പ്രൊഡക്റ്റ് വരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിർവാണ അയോൺ സെർച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ മാനുവൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സും അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ്ങും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പേജ് ഓപ്പൺ ചെയ്യും. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യണം. ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് മാനുവൽ ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഡൗൺലോഡ് മാനുവൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മാനുവൽ നമുക്ക് PDF-ൽ ഡൗൺലോഡായി കിട്ടും. ഇത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അകത്തൊരു പ്രിൻ്റ് ഔട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഈ മാനുവൽ നമുക്ക് ഒന്ന് വ്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ പാക്കേജ് കണ്ടൻറ്റ്സ് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ എല്ലാം ഗൈഡ് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ മോഡ്സും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, ക്വിക്ക് ഗൈഡ് ഓൺ ഫങ്ഷനാലിറ്റീസ്. കണ്ടില്ല? അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഇപ്പോൾ ബീസ്റ്റ് മോഡ് അല്ലെങ്കിൽ ANC അല്ലെങ്കിൽ അങ്ങനത്തെ ഈക്വലൈസർ സെറ്റിങ്സ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ടാപ്പ് ഓൺ റൈറ്റ് ഇയർബഡ് ഇൻക്രീസ് വോളിയൂം, 3 ടാപ്പ് ഓൺ ലെഫ്റ്റ് ഇയർബഡ് ഡിക്രീസ് വോളിയൂം. അതേപോലെ നമുക്ക് ബീസ്റ്റ് മോഡ് എനേബിൾ ചെയ്യണമെങ്കിൽ 2 സെക്കൻഡ് ലോങ് ടച്ച് ഓൺ റൈറ്റ് ഇയർബഡ്, അത് ചെയ്താൽ ബീസ്റ്റ് മോഡ് എനേബിൾ ആവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 10 സെക്കൻഡ് എന്ന് വെച്ചാൽ ലോങ് പ്രസ് ദ റീസെറ്റ് ബട്ടൺ ഓൺ ദ കേസ് ഫോർ 10 സെക്കൻഡ്സ് ഫോർ ഫാക്ടറി റീസെറ്റ്. ഓക്കെ, ഈ ഫീച്ചേഴ്സും ഇതെങ്ങനെയാണ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യേണ്ടതും ഇതെങ്ങനെ റീസെറ്റ് ചെയ്യേണ്ടതും അത് ഈ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നോർമലി കാണുന്ന പല ഇഷ്യൂസും എയർബഡ്സിൻ്റെ ഒക്കെ ഈ റീസെറ്റിൽ തന്നെ മാറിക്കിട്ടും. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതും ഇതിനും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സ്, ഈ LED ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് ഡിനോട്ട് ചെയ്യണത് അതും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഇതെങ്ങനെ ചാർജ് ചെയ്യേണ്ടത്, ബാറ്ററി ഇൻഡിക്കേറ്ററിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസാണ്, റെഡ് ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, എന്തുകൊണ്ടാണ് അത് കത്തുന്നത്, ഇഫ് ബാറ്ററി ഈസ് ലെസ് ദാൻ 29% റെഡ് ലൈറ്റ്, 30 to 70% വൈറ്റ് ലൈറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്, നമ്മളെങ്ങനെയാണ് നെക്സ്റ്റ് ട്രാക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകേണ്ടത്, ഇതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫങ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഫങ്ഷൻസാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഫാക്ടറി റീസെറ്റ് എങ്ങനെ പെർഫോം ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ പല മോഡൽസിലും പല രീതിയായിരിക്കും. റീസെറ്റ് ബട്ടണുള്ള മോഡൽസിന് റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്, ഇല്ലാത്തത് ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ മാനുവൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് റീസെറ്റ് ചെയ്യേണ്ടത് ആ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ മൈനറായിട്ടുള്ള പല ഇഷ്യൂസ്, ഇപ്പോൾ വൺ സൈഡ് നോട്ട് വർക്കിംഗ് അല്ലെങ്കിൽ കണക്ഷൻ ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഫാക്ടറി റീസെറ്റ് എങ്ങനെ ചെയ്യേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ട്രബിൾ ഷൂട്ടിംഗ്. അപ്പോൾ ഈ ട്രബിൾ ഷൂട്ടിങ്ങിൽ എന്തൊക്കെ ഇഷ്യൂസ് ഈ പ്രൊഡക്റ്റിൽ നമുക്ക് വരാം, അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, അതെല്ലാം ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇഫ് 1 ഇയർബഡ് ഇസ് നോട്ട് വർക്കിംഗ്, പെർഫോം ഫാക്ടറി റീസെറ്റ്, അല്ലെങ്കിൽ ഇയർബഡ് ഡിസ്കണക്ട് ഇഷ്യൂ ആണെങ്കിൽ ആദ്യം ചാർജ് ചെയ്യുക പിന്നെ റീസെറ്റ് ചെയ്യുക. ഓക്കെ, ഇഫ് ടച്ച് കൺട്രോൾസ് ആർ നോട്ട് റെസ്പോണ്ടിങ്. സോ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ പ്രൊഡക്റ്റ് മാനുവൽ. എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു സെക്ഷൻ കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മളിന്ന് കണ്ടു. ബോട്ടിൻ്റെ സൈറ്റിൽ പോയി bot-lifestyle.com പോയി സെർച്ച് ചെയ്ത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെജോറിറ്റി ആയിട്ടുള്ള ഇഷ്യൂസ് ഈ മാനുവലിൽ തന്നെ വായിച്ച് കഴിഞ്ഞാൽ